യെസ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 32 to 37. ക്യാരീസ് 5 സ്കോർസ് ഈച്ച്. 5 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. അപ്പോൾ 30 സെക്കൻഡ്. വേരിയസ് കോൺസെപ്റ്റ്സ് ആർ ഗിവൺ ഇൻ കോളം എ, മാച്ച് ദം. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ്, ഒന്നാമത്തെ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ഇൻപുട്ട്. അതാണ് മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ MP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് ആസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ദ ഇൻപുട്ട്, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് ഷോർട്ട് റൺ. വീണ്ടും ഷോർട്ട് റൺ റിപ്പീറ്റ് ചെയ്യാണ് ചോദ്യം. അപ്പോൾ ഷോർട്ട് റണ്ണിൻ്റെ ഇത് അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ റിമെയിൻ ഫിക്സ്ഡ് ആൻഡ് കനോട്ട് വേരി. ഏതെങ്കിലും ഒരു ഫാക്ടർ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും, ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ വേരിയബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അടുത്ത പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം, അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. മാർജിനൽ കോസ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിലൊക്കെ ഈ മാർജിനൽ പ്രോഡക്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, ഇതൊക്കെ നമ്മൾക്ക് ഞാൻ ഓൾറെഡി വളരെ കാര്യമായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ മാർജിനൽ എന്ന് പറഞ്ഞാൽ ഓരോ അഡീഷണൽ ഇതിൻ്റെ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് ടോട്ടലിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിനെയാണ് മാർജിനൽ എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ് പിന്നെ ആവറേജ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിൽ എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാലം ഉണ്ടാവും. ആ കാലത്ത് വേരിയബിൾ ഫാക്ടേഴ്സിനെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. അത്തരം കാലഘട്ടങ്ങളെയാണ് പ്രൊഡക്ഷനിൽ, അത്തരമുള്ള പീരീഡിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 32nd ക്വസ്റ്റ്യൻ. അടുത്തത് 33rd 33ാമത്തെ ചോദ്യമാണ്. നമ്മുടെ ഒരു essay ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാൻ സാധ്യമുള്ള ഒരിതാണ്. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം ദാറ്റ് ഷോസ് ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രോഡക്റ്റ് കേർവ്സ്. കേർവ് മാത്രമേ തന്നിട്ടുള്ളൂ, നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഏറ്റവും മുകളിലുള്ളതാണ് ടോട്ടൽ പ്രോഡക്റ്റ് കേർവ്. പിന്നെ താഴത്തേക്ക്, പിന്നെ നമ്മുടെ എക്സ് ആക്സിസിൻ്റെ താഴത്തേക്ക് പോകുന്ന കേർവാണ് മാർജിനൽ പ്രോഡക്റ്റ് കേർവ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് ആവറേജ് പ്രോഡക്റ്റ്. അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിഫൈ TP, AP ആൻഡ് MP കേർവ്സ്. അതിൻ്റെ സെക്കൻഡ് ഇത് സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ essay ക്വസ്റ്റ്യനായിട്ട് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ എഴുതി നോക്കുക. എന്താ? ഇൻ ദ ഷോർട്ട് റൺ ഇഫ് എ ഫേം വാണ്ട്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇറ്റ് ക്യാൻ വേരി ഓൺലി ദ വേരിയബിൾ ഫാക്ടേഴ്സ്. ഒരു ഷോർട്ട് റണ്ണിൽ ഒരു ഫേമിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വേരിയബിൾ ഫാക്ടേഴ്സിനെ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, ഫിക്സ്ഡ് ഫാക്ടറിനെ കൂട്ടാൻ പറ്റൂല. അങ്ങനെ വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ അളവ് കൂട്ടി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ആ ഉൽപ്പാദനത്തിന് 3 സ്റ്റേജസ് ആണ് ഉണ്ടാവുക. ആ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ലേബറാണ്. ലേബർ വേരി ചെയ്തിട്ട് TP കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആദ്യ ഘട്ടങ്ങളിൽ എന്താ ഉണ്ടാവുക? ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധമാനമായ നിരക്കിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആ TP കർവ് നല്ല കുത്തനെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. ആ സമയത്ത് മാർജിനൽ പ്രോഡക്റ്റും എന്താവും? മാർജിനൽ പ്രോഡക്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാർജിനൽ പ്രോഡക്റ്റ് കൂടിയിട്ട് അതിൻ്റെ മാക്സിമത്തിലെത്തും. ആവറേജ് പ്രോഡക്റ്റ് എന്ത് ചെയ്യും? അതും കൂടിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ആ സ്റ്റേജിൻ്റെ അവസാനം എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന
അവിടെയാണ് ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റേജ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ്. അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഇൻക്രീസ് ചെയ്യുന്ന ആ നിരക്കിൽ എന്താണ്, നിരക്ക് കുറഞ്ഞു വരും. ഓക്കെ, പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് എന്താവുക ചെയ്യുക, മാർജിനൽ പ്രൊഡക്റ്റ് കുറഞ്ഞു വന്നിട്ട് അതെന്തായി മാറും, സീറോ ആയിട്ട് മാറും. ആ മാർജിനൽ പ്രൊഡക്റ്റ് സീറോ ആയി മാറുമ്പോഴാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്തായിട്ട് നിൽക്കുക. മാർജിനൽ പ്രൊഡക്റ്റ് സീറോ ആയി മാറുന്ന സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തി നിൽക്കും. അവിടെയാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ അവസാനം. ഓക്കെ, ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് എന്തായി വരും, ടോട്ടൽ പ്രൊഡക്റ്റും കുറയാൻ തുടങ്ങും. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവായി മാറും, സീറോൻ്റെ താഴത്തേക്ക് പോവും. മാർജിനൽ പ്രൊഡക്റ്റ് സീറോൻ്റെ താഴത്തേക്ക് പോവും. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റും കുറയാൻ തുടങ്ങും, ആവറേജ് പ്രൊഡക്റ്റും കുറയാൻ തുടങ്ങും. അപ്പോൾ ഈ സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഈ പിന്നെ സിദ്ധാന്തത്തിനെയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ്. ഒരു പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇത് 8 മാർക്സിനായിരിക്കും വരിക. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ആ ചിത്രം നല്ല വൃത്തിയായിട്ട് വരച്ചിട്ട് ഈ 3 സ്റ്റേജസ് നമ്മൾ അവിടെ എഴുതി വെച്ചാൽ നമുക്ക് ഉത്തരം ഈ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ എന്താ പറയുക, ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഡയഗ്രാമാണ്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് 3 സ്റ്റേജസും മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഞാൻ തന്നെ ഇത് യൂട്യൂബിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. തേർഡ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അതിൽ വളരെ വൃത്തിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അത് പഠിക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് എ ഗവൺമെൻറ് ബഡ്ജറ്റ്. അതും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് ഇതവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് ഇതും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ് എടുത്തതിൽ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ബഡ്ജറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 2 പാർട്ടുണ്ട്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. ആ റവന്യൂ ബഡ്ജറ്റിനെ തന്നെ വീണ്ടും നമ്മൾക്ക് 2ആയി തിരിക്കാം. റവന്യൂ റിസീറ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് റവന്യൂ റിസീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക. റവന്യൂ റിസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, അതിനെയാണ് റവന്യൂ റിസീറ്റ്സ്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ഒന്നും നഷ്ടപ്പെടുന്നില്ല, എന്നാൽ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വരുമാനത്തെയാണ് റവന്യൂ റിസീറ്റ് എന്ന് പറയുന്നത്. 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ അസറ്റൊന്നും സമ്പത്തൊന്നും നഷ്ടപ്പെടുന്നില്ല, ഗവൺമെൻറ്റിന് യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നില്ല. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് സ്ഥിരമായി കൊടുക്കേണ്ടുന്ന ചില ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആ റവന്യൂ എക്സ്പെൻഡിച്ചർ കൊണ്ട് നമുക്ക് വലിയ അസറ്റ് ക്രിയേഷൻ ഒന്നും സമ്പത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ചെലവുകൾ നിവർത്തിച്ചേ മതിയാവൂ, ചെലവുകൾ നടത്തിയേ മതിയാവുള്ളൂ. അത്തരത്തിലുള്ള ചെലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ റിസീറ്റിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നികുതിയാണ്. ഗവൺമെൻറ് ഈടാക്കുന്ന നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും. അപ്പം നികുതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് ജനങ്ങൾ അടച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ടാക്സ് ഉണ്ട്, നികുതികളാണ്. അതിൽ ഒരു പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ് ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടാക്സ് റവന്യൂവിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അത് ഇതിലില്ല, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. എന്താണ് ഡയറക്റ്റ് ടാക്സ്? ആരുടെ മേലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി ഭാരവും പേറുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ്, പിന്നെ ടാക്സ് ഓൺ
ടാക്സ് ഓൺ പ്രോപ്പർട്ടി, ടാക്സ് ഓൺ ലാൻഡ്, ഭൂനികുതി, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ജോലിയുള്ള ആളുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കേണ്ട ടാക്സിനെയാണ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേംസ് അവരുടെ പ്രോഫിറ്റിൻ്റെ മേലെ കൊടുക്കേണ്ട ടാക്സിനെയാണ് പ്രൊഫഷണൽ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ടാക്സിൽ പെടുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മൾ ആരിലാണോ നികുതി, ആരുടെ മേലെയാണോ നികുതി ചുമത്തുന്നത് അയാളായിരിക്കില്ല നികുതി ഭാരം പേറുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ സെയിൽസ് ടാക്സ്, എക്സൈസ് ടാക്സ് ഇതൊക്കെ പ്രൊഡ്യൂസറിൻ്റെ മേലെയാണ് ചുമത്തുന്നത്. പക്ഷെ പ്രൊഡ്യൂസർ സാധനത്തിൻ്റെ വിലയിൽ അത് ഈടാക്കും. ഇപ്പം മിക്കവാറും എല്ലാ ഇൻഡയറക്റ്റ് ടാക്സസിനെയും കൂടി ഒന്നിച്ചിട്ട് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈടാക്കുന്ന ഫീസ്, ഫൈൻസ്, പെനാൽറ്റി, എസ്റ്റേറ്റ്, ഇതൊക്കെ സ്പെഷ്യൽ അസസ്മെൻറ്റ്, ഇതൊക്കെ നോൺ ടാക്സ് റവന്യൂവിൽ പെടുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മളുടെ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പദ്ധതികളൊന്നും അല്ലാതെ സ്ഥിരമായി അടയ്ക്കേണ്ടുന്ന ചില ചെലവുകളുണ്ട്, അതിനെയാണ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിനെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. ക്യാപിറ്റൽ റിസീറ്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റിന് വലിയൊരു വരുമാനം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഗവൺമെന്റിന്റെ എന്തോ ഒരു എന്തെങ്കിലും അസറ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഓഹരി വിൽപ്പനയൊക്കെ ഇതിൽ പെടുന്നതാണ്. ആ ഓഹരി ഗവൺമെന്റിന്റെ അസറ്റ്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ വളരെ വലിയൊരു എന്തുണ്ടാകുന്നുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് വളരെ വലിയൊരു വലിയൊരു വരുമാനം ഗവൺമെന്റിന് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള വരുമാനത്തെയാണ് ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അസറ്റ് നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടാവുക. ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ലയബിലിറ്റി ഉണ്ടാവുക, ബാധ്യത. ഗവൺമെന്റ് തിരിച്ചടക്കേണ്ടതാണ് ലോണുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകിൽ ബാധ്യതയുള്ളവാക്കുകയോ അല്ലെങ്കിൽ അസറ്റ് നഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ വരുമാനത്തെയാണ് ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം വലിയൊരു തുക ഗവൺമെന്റിന് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇവിടെ എന്തെങ്കിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും, അത് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു റോഡ് ഉണ്ടാക്കുക, ബ്രിഡ്ജ് ഉണ്ടാക്കുക, പിന്നെ മെട്രോ റെയിൽ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ വലിയ എമൗണ്ട് ഇപ്പോൾ ചെലവാക്കേണ്ടി വരും. പക്ഷെ എന്നാലും അത് രാജ്യത്തിന് അസറ്റ് ക്രിയേഷനായി മാറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പദ്ധതി അനുസരിച്ചിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നോൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കമ്പോണന്റ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് നമ്മൾ കഴിഞ്ഞു. അടുത്തത് 35 ആണ്. എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഡിസ്ക്രൈബ് ഹൗ സപ്ലൈ ആൻഡ് ഡിമാൻഡ് determines equilibrium, price and quantity in a competitive market. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഇതാണ് മെയിനായിട്ട്. ഞാൻ ആ ചിത്രം അവിടെ ചെറുതായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്, വൈ ആക്സിസിൽ പ്രൈസ് ആണ്. എന്നിട്ടൊരു ഡിമാൻഡ് കർവും വരയ്ക്കുക, ഒരു സപ്ലൈ കർവും വരയ്ക്കുക. ഏത് പ്രൈസിലാണോ ഡിമാൻഡും സപ്ലൈയും, മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്നത്, ആ പ്രൈസിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. പി സ്റ്റാർ നിന്ന് വൈ ആക്സിസിലേക്ക് ആ ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും ഒരു ഡോട്ടഡ് ലൈൻ വരച്ച് അവിടെ പി സ്റ്റാർ എന്ന് അടയാളപ്പെടുത്തുക. അപ്പം ഏത് പ്രൈസിലാണോ പിന്നെ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമാകുന്നത്, ആ പ്രൈസിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി ആണ് വിറ്റഴിക്കപ്പെടുന്നത് എന്ന് അതിനെയാണ് ക്യൂ സ്റ്റാർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് റെസ്റ്റ് വേർ മാർക്കറ്റ് ഈസ് ക്ലിയർഡ്. അവിടെ ഡിമാൻഡും അധികം വരുന്നില്ല, സപ്ലൈയും അധികം വരുന്നില്ല. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾ പിന്നെ ഈ ചിത്രം വരച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ പിന്നെ മാർക്കും കിട്ടും. അടുത്തത് പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്. അപ്പോൾ ആദ്യം എന്താണ് പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു തരാം. എന്താണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്? അതായത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഗുഡ്സിനെയാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. പബ്ലിക് ഗുഡ്സ് ആർ നോൺ റൈവൽ ഇൻ കൺസംഷൻ. എല്ലാവർക്കും ഒരുപോലെ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഒരു റോഡ് കൂടെ ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ആർക്കും പോകാൻ പറ്റാതിരിക്കൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. നോൺ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരാളെയും പബ്ലിക് ഗുഡിൽ ഒരാളെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വലിയ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് മാത്രമേ ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ ആ ടാക്സ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, നിങ്ങൾ ആരും ഈ റോഡ് ഉപയോഗിക്കരുത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നോൺ എക്സ്ക്ലൂഡബിലിറ്റി ഇല്ല അവിടെ. നോൺ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് വേണ്ടത്. അത് തെറ്റി ഇവിടെ പ്രിന്റ് ചെയ്തതാണ്. നോൺ എക്സ്ക്ലൂഡബിലിറ്റി, ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് അവിടെ എഴുതേണ്ടത്. പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കോമൺ യൂസ് ആണ്. അതിന്റെ എക്സാമ്പിൾ റോഡ്, റെയിൽവേ, ബ്രിഡ്ജസ് എക്സെട്ര. പ്രൈവറ്റ് ഗുഡ് ആണെങ്കിൽ റൈവൽ ഇൻ കൺസംഷൻ. ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ സാധനം വേറൊരാൾക്കും വാങ്ങാൻ പറ്റില്ല. എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ, എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. അതായത് ഞാൻ ഒരു കടയിൽ കയറിയിട്ട് പിന്നെ സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ സാധനം കിട്ടൂല. അതാണ് അതായത് നമുക്ക് അവർക്ക് ഒഴിവാക്കാം, പൈസ തരാത്തവരെ അവർക്ക് ഒഴിവാക്കാം. പ്രൊവൈഡഡ് ബൈ ദ പ്രൈവറ്റ് പാർട്ടീസ്. ഇതാരാണ് കൊടുക്കുന്നത്? പ്രൈവറ്റ് പാർട്ടീസ് ആണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ യൂസ് ആണ് സാധാരണയായിട്ട്. എന്തൊക്കെയാണ്? കാറ്, ക്ലോത്ത്, ഫുഡ്, ഇതൊക്കെയാണ് പ്രൈവറ്റ് ഗുഡിൽ പെടുന്നത്. ഓക്കെ, ഇനി പബ്ലിക് ഗുഡ് തന്നിരിക്കുന്ന ഇതിൽ പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും വേർതിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് നാഷണൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡാണ്. ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് ഗുഡാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ഗുഡാണ്. അതേസമയം ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഗുഡാണ്. ഫുഡ് ഐറ്റം പ്രൈവറ്റ് ഗുഡാണ്. കാറ് പ്രൈവറ്റ് ഗുഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.